ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു കായ്പോള ഉണ്ടാക്കിയാലോ. അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകളൊക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനായി നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ചേർത്തും ഇത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം നെയ്യ് ഇട്ടു. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നട്ട്സും കിസ്മിസും നമുക്ക് ഈ നെയ്യിൽ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റി ഈ നെയ്യിൽ തന്നെ നമുക്ക് ഏത്തപ്പഴവും വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറിയ പീസായി എറിഞ്ഞ ഏത്തപ്പഴം നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ നോക്കണം. നമ്മുടെ ഏത്തപ്പഴം ഇവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് മധുരവും ചേർത്ത് 1 സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴം വഴറ്റിയത് കോരിയെടുത്ത് ആ പാനിലേക്ക് തന്നെ ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച പഴവും ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് ചെറിയ ചൂടിൽ ഇത് വേവിച്ചെടുക്കാം. ഒരു പഴയ പാൻ വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പം അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിടാം. നെയ്യ് തടവിയ മറ്റൊരു പാനിൽ നമ്മളിത് മറിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വാനില എസൻസിന് പകരം നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ